നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ വരുന്ന കാര്യം, ഒരുപാട് അമ്മമാർ വീട്ടു ജോലിക്ക് പോകുന്നുണ്ട്. ഒരുപാട് അമ്മമാർ, ചേച്ചിമാരും സഹോദരിമാരെല്ലാവരും മിക്ക ഒരു ചെറിയ ഉണ്ണി വെള്ളനാട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വീട്ടു ജോലിക്ക് പോകുന്നുണ്ട്. വീട്ടു ജോലിക്ക് പോകുന്നവർക്ക് ഞാനത് ഈ വീട്ടിൽ ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഈ വീട്ടു ജോലി ചെയ്യുന്നവർ മനുഷ്യരല്ല, അവരെന്തോ ഒരു നികൃഷ്ട ജീവിയാണെന്നാണ് ചില വീടുകളിൽ ചെല്ലുമ്പം ചില കൊച്ചമ്മമാരെ പെരുമാറ്റങ്ങൾ. അതായത് അവർ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെച്ച് കുറേ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെച്ച് ഫ്രീസറിൽ വെച്ചിരുന്ന് ചൂടാക്കി പറക്കി അവർ കഴിക്കും. പക്ഷേ ഈ വീട്ടു ജോലി ചെയ്യണ കൂലിപ്പണി ചെയ്യണവരുണ്ടല്ലോ, അവരെന്ന് പറഞ്ഞാൽ അന്നന്ന് വേല ചെയ്തുകൊണ്ട് നല്ല ഫ്രഷായ ഭക്ഷണങ്ങളും നല്ല മീനും നല്ല ഇറച്ചി നല്ല പച്ചക്കറിയും ഡെയിലി ചൂടോടെ വെച്ച് കഴിക്കുന്നവരാണ്. കൊച്ചമ്മമാർ ഫ്രിഡ്ജിൽ വെച്ച് 3-4 ദിവസം കഴിഞ്ഞ് അതിനെ കുറച്ച് ചൂടാക്കി കഴിക്കുന്ന കൊച്ചമ്മമാർ. പക്ഷേ ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ജോലിക്കാരിയാണ്. പക്ഷേ ജോലിക്കാരി എന്ന് വെച്ചാൽ എന്തോ ഒരു നികൃഷ്ട ജീവിയാണ്. ജോലിക്ക് നിൽക്കുന്ന ജോലിക്കാരികളെന്ന് പറഞ്ഞാൽ അവരെന്തോ ഒരു നികൃഷ്ട ജീവികളാണ്. അവരെ വീട് തൂക്കാനും തുടയ്ക്കാനും അവരെ തുണി അലക്കാനും അവരെ പാത്രം കഴുകാനും അവരെ കക്കൂസ് കഴുകാനും ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ ക്ലോസറ്റ് തൊട്ട് അത് ഇരിക്കുന്ന ഇടം തൊട്ട് കക്കൂസ് തൊട്ട് സകലമാന സ്ഥലങ്ങളും ചില വീടുകളിൽ ചെന്ന ജോലിക്കാരെ കൊണ്ട് തുടപ്പിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ അവരെ വീട്ടിലെ സകല ഊഴ വേലയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവരെ വീട് ക്ലീനായിട്ട് കിടക്കണമെങ്കിൽ ഈ ജോലിക്കാരി എന്ന് പറഞ്ഞാൽ അവർ വീട്ടിൽ ചെന്നാലേ അവരെ വീട് വൃത്തിയായിട്ട് കിടക്കും. പക്ഷേ ഈ വൃത്തിയാക്കുന്നതും പാത്രം കഴുകുന്നതും വേവിക്കുന്നതും പറക്കുന്നതും തുടയ്ക്കണ എല്ലാം ജോലിക്കാരിയാണ്. അതിനൊന്നിനും ജോലിക്കാരി ഒരു നാറ്റവുമില്ല, ഒരു തുടക്കമില്ല. ജോലിക്കാരി ഫ്രണ്ടിൽ കൂടെ കയറാൻ പാടില്ല. ജോലിക്കാരി അവർക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ പാടില്ല. ജോലിക്കാരി മേശയിലിരുന്ന് ആഹാരം കഴിക്കാൻ പാടില്ല. ജോലിക്കാരി അടുക്കളയിലേ ഇരിക്കാവൂ, ഫ്രണ്ടിൽ വരാൻ പാടില്ല, ഫ്രണ്ടിലിരിക്കാൻ പാടില്ല. ജോലിക്കാരി അടുക്കളയിൽ ഇരിക്കാവൂ, അടുക്കളയിരുന്നേ ഭക്ഷണം കഴിക്കാവൂ. ഫ്രണ്ടിൽ ഇരിക്കാൻ പാടില്ല, കസേര ഇരിക്കാൻ പാടില്ല, സെറ്റി ഇരിക്കാൻ പാടില്ല. അങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. ജോലിക്കാരി എന്ന് പറഞ്ഞ ഒരു ജീവി എന്ന് പറഞ്ഞാൽ അവർ അടുക്കളയിൽ മാത്രം ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ്. അടുക്കളയിൽ കയറി ഇരുന്നോണം. അതായത് പട്ടിയെ കൂട്ടും തുറന്ന് വിടുമ്പം ഓടി ആൾ വരുമ്പോൾ പട്ടി കുറച്ചുകൊണ്ട് ഗേറ്റിൻ്റെ അവിടെ ചെല്ലുക, അതൊരു തിരിച്ച് പട്ടി കൂട്ടിലേക്ക് കയറിയിരിക്കുക എന്ന് പറഞ്ഞതുപോലെയാണ് ഈ മിക്ക വീടുകളിലെ കൊച്ചമ്മമാരുടെ സ്വഭാവം മനുഷ്യരെടുത്ത് കാണിക്കുന്നത്. ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത രീതിയിലാണ് മിക്ക വീടുകളിലും കൊച്ചമ്മമാർ ജോലിക്കാരോട് കാണിക്കുന്നത്. അല്ലാതെ അവരൊരു മനുഷ്യനാണ് അല്ല. എല്ലാ വീടുകളിലും ഞാൻ പറയുന്നില്ല, എല്ലാ വീടുകളിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില വീടുകളിൽ ഈ ഗൾഫിൽ നിന്നൊക്കെ വന്ന കൊച്ചമ്മമാരുണ്ട്. ചില ഗൾഫിൽ നിന്നൊക്കെ പൊട്ടിമുളച്ച്, അതായത് നമ്മളെ കേരളത്തിലുള്ളവരല്ല, അവർ ജനിച്ചപ്പോഴേ കേരളത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ പൊട്ടിമുളച്ചവരെന്നും പറഞ്ഞിട്ട് കേരളത്തിൽ വന്നു. പിന്നെ പ്രത്യേകിച്ച് കൊച്ചമ്മമാർക്ക് തിരുവനന്തപുരംകാരെന്ന് പറയുമ്പം കൊച്ചമ്മ തിരുവനന്തപുരംകാരോ അവരൊന്നും കൊള്ളില്ലെന്നേ, തിരുവനന്തപുരംകാർ കൊള്ളില്ല. പക്ഷെ തിരുവനന്തപുരത്ത് വരണം എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ. മനസ്സിലായില്ലേ? അങ്ങനെ കുറേ ചൊറിഞ്ഞ കൊച്ചമ്മമാരുണ്ട്. പിന്നെ ചില കൊച്ചമ്മമാർക്ക് അവരെ ഭർത്താക്കന്മാരെ അവർക്ക് വിശ്വാസം കാണൂല. ചില അവരെ ഭർത്താക്കന്മാരെ വിശ്വാസം അതിന് നിൽക്കുന്ന ജോലിക്കാരെ വെച്ച് ഓരോന്ന് പറയും. സാറ് പോയിട്ട് തൂത്താൽ മതി, സാർ പോയ ശേഷം തുടച്ചാൽ മതി, സാറുണ്ടെങ്കിൽ ഫ്രണ്ടിൽ പോകണ്ട. അതായത് അവളെയൊക്കെ ഭർത്താക്കന്മാർക്ക് അവർക്ക് വിശ്വാസമില്ല. മനസ്സിലായില്ലേ? അതാണ് കാര്യം. ജോലിക്ക് നിൽക്കുന്നവർ അവർ മനുഷ്യരാണ് കേട്ടോ. അവരൊരു മനുഷ്യരാണ്, അല്ലാതെ അവർ നികൃഷ്ട ജീവികളൊന്നുമല്ല. ഇന്ന് ജോലിക്ക് നിൽക്കുന്ന എല്ലാവരുടെ വീട്ടിലും ആവശ്യത്തിനുള്ള ആഹാരമുണ്ട്, വസ്ത്രമുണ്ട്, അടിപൊളിയായിട്ട് അവരൊക്കെ ഇന്ന് ജീവിക്കാൻ. പഴയ കാലഘട്ടമല്ല. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് പഴവിയ ഭക്ഷണം, ആർക്കും ഉപയോഗിക്കാൻ വയ്യാത്ത പഴവിയ ഭക്ഷണം എടുത്ത് ജോലിക്കാരിക്ക് കൊടുക്കും, ഒരു കവറിലിട്ട് കൊണ്ടുവയ്ക്കോ. അത് ജോലിക്കാരി എന്ന് പറഞ്ഞാൽ അവരെ വേസ്റ്റ് തിന്നാൻ വന്ന് കിടക്കും പോലെ. പിന്നെ അതായത് നല്ല ഭക്ഷണത്തിനെടുത്ത് വെക്കും, അത് അഴുകുന്നതുവരെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കും. അല്ലെങ്കിൽ നല്ല ഫ്രൂട്ട്സുകളോ നല്ല സാധനങ്ങളോ എന്ത് സാധനങ്ങളായിരുന്നാലും ശരി തന്നെ നല്ലത് അവർ വെച്ചിട്ട് ഉള്ളൊരു ചീഞ്ഞ അഴിയുന്ന നുള്ളിപ്പറക്കി ജോലിക്കാർക്ക് കൊടുക്കും. ജോലിക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു നികൃഷ്ട ജീവിയാണ്, അവർ മനുഷ്യരല്ല. അങ്ങനെ കുറേ കൊച്ചമ്മമാരുണ്ട്. ഇതിനൊരു നിയമം കൊണ്ടുവരണം. കാര്യം എന്ന് വെച്ചാൽ ഇതിനൊരു അറുതി വരണം.
അത് കണക്ക് തന്നെ ജോലിക്ക് നിന്നിട്ട് രോഗങ്ങൾ വന്ന് കിടന്നു കഴിഞ്ഞാൽ ഇവരാരും ആ ജോലിക്ക് നിൽക്കുന്ന നേരം വരെയുള്ള പൈസ കൊടുക്കും. പിന്നെ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജോലിക്ക് വരണ്ട കേട്ടോ. 10, 25, 30 വർഷം അവിടെ കിടന്ന് ജോലി ചെയ്തവരാണ്. എന്നിട്ട് അവർ ഈ ഒരു വയ്യത്ത സുഖമില്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ, പിന്നെ ഇനി വരണ്ട, ഞാൻ വേറെ ആൾ നോക്കുന്നുണ്ട്. ശരി, അവർ ഇത്രയും വർഷം എൻ്റെ വീട്ടിൽ സേവനം ചെയ്തവരാണ്, ശമ്പളം ഇവർ കൊടുക്കുന്നുണ്ട് എങ്കിലും ഇത്രയും വർഷം ആ വീട്ടിൽ സേവനം ചെയ്തവരാണ്. അവർക്ക് ജീവിക്കാൻ എന്തെങ്കിലും കൊടുക്കാം, എന്തെങ്കിലും ഒരു സഹായം ചെയ്യാം. ഇത്രയും വർഷം എൻ്റെ വീട്ടിൽ ജോലി ചെയ്തല്ലേ, ഇത്രയും വർഷം എൻ്റെ വീട്ടിൽ കക്കൂസ് കഴിയല്ലേ. അങ്ങനെ പോലും ഒരു മനസാക്ഷി കാണിക്കൂല. ഒരു മനസാക്ഷി അറിയാമോ? ജോലി ചെയ്യുന്ന നേരം മാത്രമേ ഉള്ളൂ ഈ കൊച്ചമ്മമാർക്ക് ജോലിക്കാരുടെ ഉള്ള സ്നേഹം. അല്ലാതിരിക്കുമ്പം പിന്നെ അവർ പോയി കഴിഞ്ഞാൽ റോഡിൽ വെച്ച് കണ്ടാൽ പോലും 10, 30 വർഷം ജോലി ചെയ്ത ജോലിക്കാരെ റോഡിൽ വെച്ച് കണ്ടാൽ പോലും ഒന്ന് മുഖം നോക്കി ചിരിക്കുക പോലും ചെയ്യില്ല. കാര്യം നീ കഴിയെങ്കിൽ ഞാൻ പൈസ തന്നു, ഇനി നിന്നെ നോക്കേണ്ട കാര്യം എനിക്കില്ല എന്നുള്ള ഒരു മനുഷ്യരാണ് ഈ കൊച്ചമ്മമാർ. അത് എല്ലാ കൊച്ചമ്മമാരും ഇല്ല, ഞാൻ എല്ലാ നല്ല കൊച്ചമ്മമാരും ഉണ്ട്, മനുഷ്യത്വം കാണിക്കുന്നവരുണ്ട്, ഒരു കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുന്ന കൊച്ചമ്മമാരും ഉണ്ട്, മനുഷ്യരുടെ അടുത്ത് മനസാക്ഷി കാണിക്കുന്ന കൊച്ചമ്മമാരുണ്ട്. എല്ലാം അല്ല, ചില കൊച്ചമ്മമാരുണ്ട്. അതായത് നമ്മൾ തിരുവനന്തപുരത്ത് കിടന്നിട്ട് ഇവിടെ നിന്ന് പൊങ്ങി ഗൾഫിൽ കയറി അങ്ങ് പോവും. ഗൾഫിൽ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ കൊച്ചമ്മമാരുടെ സ്വഭാവം അങ്ങ് മാറും. പിന്നെ കൊച്ചമ്മമാരുടെ ഡയലോഗുകൾ ഒക്കെ വേറെയാണ്. പിന്നെ തിരുവനന്തപുരംകാർ കൊള്ളില്ലെന്നേ, തിരുവനന്തപുരത്ത് എന്തോ, പിന്നെ തിരുവനന്തപുരത്ത് വന്നാൽ അയ്യോ ചൂട് കൊണ്ട് കഴിയില്ലെന്നേ, കുറേ ഡയലോഗുകളും. പിന്നെ കൊച്ചമ്മമാരെ ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ജോലിക്കാരാണെങ്കിൽ നിങ്ങൾ അടിമയല്ല, നിങ്ങളെ പട്ടിയുമല്ല കേട്ടോ. ജോലിക്കാരടുത്ത് നിങ്ങൾ മനസാക്ഷിയായിട്ട് പെരുമാറണം. അല്ലെങ്കിൽ കണ്ടല്ലോ, കർമ്മ എന്ന് പറഞ്ഞതുണ്ട്, അത് നിങ്ങളെ പിന്തുടരും, ഓർത്തിരിക്കും.